പലപ്പോഴായി പറഞ്ഞതാണ് പിണറായി വിജയന്റെ ഭരണത്തിൻ്റെ പോരായ്മകൾ ആവർത്തിക്കുന്ന മന്ത്രിമാരെ കുറിച്ച്. നമുക്കറിയാം, കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ബജറ്റും നമുക്കിവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാറുണ്ട്. അങ്ങനെ സാമ്പത്തിക മേഖല ഏകദേശം അടിച്ച് പരിപ്പ് ഇളക്കി വെച്ചിരിക്കുക എന്ന് നമുക്ക് പറയാം. അതായത് ഒന്നാമത് നമുക്ക് പറയാനുള്ളത് ക്ഷാമബത്ത, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ വരുന്ന ഒരു ക്രൈസിസ് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കുടിശ്ശികകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സാമ്പത്തിക മേഖലയെ വളരെയേറെ ബാധിച്ച മറ്റൊന്നാണ് ആരോഗ്യ മേഖല. ഞാൻ അത് അങ്ങനെ പറയാൻ കാരണം എന്തെന്നാൽ, മരുന്നുകളുടെ ലഭ്യത, ഉപകരണങ്ങളുടെ കുറവ്, ഞങ്ങൾ ഇത്രയും നീക്കിയിരിപ്പ് വെച്ചു, ഇത്രയും നൽകി എന്ന് പറഞ്ഞ് മുൻപും നമ്മൾ ദേശാഭിമാനിയിൽ വന്ന കണക്കുകളൊക്കെ നമ്മൾ പറഞ്ഞതാണ് ക്രൈം പ്രേക്ഷകരുടെ അടുത്ത്. അതായത് 2000 കോടിയിലേറെ രൂപ നമുക്കറിയാം വീണ ജോർജും കെ എൻ ബാലഗോപാലും ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ചു എന്ന് പറയുന്നു. ഇത്രയും കോടി രൂപയുടെ വ്യത്യാസം പ്രവർത്തനങ്ങളിൽ കാണുന്നു. അതെല്ലാം എങ്ങനെ വന്നു എന്നുള്ളത് ശരിക്കും അന്വേഷണ വിധേയമാവേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ആരോഗ്യ മേഖല ഇപ്പോൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി നമുക്കറിയാം. മെഡിക്കൽ കോളേജുകൾ നിന്ന നിൽപ്പിലാണ് തകർന്നു വീഴുന്നത്. അതിനെടുക്കുന്ന നിലപാടുകൾ, ആരോഗ്യമന്ത്രി ഓടിയെത്തുന്നു, ഒരാൾ അതിൻ്റെ അടിയിലുണ്ടായിട്ട് പോലും, നമുക്കറിയാം ബിന്ദു എന്ന സ്ത്രീ അതിൻ്റെ അടിയിലുണ്ടായിട്ട് പോലും ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്ന് ഉറച്ചു പറയുന്നിടത്ത് വരെ നമ്മുടെ ആരോഗ്യമന്ത്രി എത്തി. അതായത് അവരുടെ പ്രവർത്തനം അത്തരത്തിലൊരു രീതിയിലേക്ക് വേവ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതായത് ആ ഇരിക്കുന്ന പൊസിഷനോട് എന്തൊക്കെയോ ഒരു അകൽച്ചയോ അല്ലെങ്കിൽ അതിൽ കംഫർട്ട് അല്ലാത്തതോ ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, അന്ന് വാസവൻ പറഞ്ഞതും ആ രീതിയിലാണ്. ഒരാഴ്ച മുമ്പ് വരെ അവർ മീറ്റിംഗ് സംഘടിപ്പിക്കുകയും മറ്റ് പുതിയ ബിൽഡിങ്ങിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നു. ആ ആൾ അതിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ പോലും നമുക്കറിയാം വീണ ജോർജ് പറഞ്ഞത് എന്തിനെക്കുറിച്ചായിരുന്നു? കിഫ്ബിയെ കുറിച്ചായിരുന്നു. കിഫ്ബിയിലെ ഫണ്ട് ഉപയോഗിച്ച് പുതിയൊരു ബ്ലോക്ക് നിർമ്മിക്കുന്നു, സർജിക്കൽ ബ്ലോക്ക് നിർമ്മിച്ചിട്ടുണ്ട്. അത് ഈ ഒരു വർഷം ജനങ്ങൾക്ക് സമർപ്പിക്കാനിരിക്കുകയായിരുന്നു എന്നാണ് അന്ന് അവർ പറഞ്ഞത്. അതിൽ നമ്മൾ വീണ്ടും അതിൻ്റെ പുറത്തൊരു ചർച്ച വന്നത് ആ ലൊക്കാലിറ്റിയിലുള്ള, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന ജനങ്ങളും അവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾ, ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവർ പറയുന്നു അത് മുൻപ് തന്നെ പണി പൂർത്തിയായതാണ് എന്ന് പറയുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് ജനങ്ങൾക്ക് കൊടുക്കാത്തത് എന്നാണ് ആ വാദത്തെ നമ്മുടെ ഭരണകർത്താക്കൾ നിരസിച്ചത്. നമുക്കറിയാം സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച, അതിനെ 2 കൈയും നീട്ടി സൂപ്രണ്ട് അതങ്ങ് സമ്മതിച്ചപ്പോൾ അത് 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു മന്ത്രിയാണ് നമ്മൾ കണ്ടത്. അത് എങ്ങനെ സാധിച്ചു എന്നത് വലിയൊരു സംശയമാണ്. അതായത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു തീരുമാനം മന്ത്രി എടുക്കാൻ കാരണം സൂപ്രണ്ടായിരുന്നു. ഇത്തരത്തിലൊരു തീരുമാനം സൂപ്രണ്ട് തന്നെ പറഞ്ഞു, ഞാൻ ആ കുറ്റം ഏറ്റെടുക്കുന്നു, എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണ് എന്ന് പറയുമ്പോഴും അത് കെട്ടിടത്തിൽ അവിടെ അത് പ്രവർത്തിച്ചതിനോ അല്ലെങ്കിൽ ആ ഒരു 10, 11, 14 വാർഡുകൾ അവിടെ പ്രവർത്തിച്ചതിനോ അല്ലെങ്കിൽ അവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടതിനോ ആയുള്ളൊരു ഖേദകമായ പ്രകടനങ്ങളൊന്നും നമ്മൾ വീണ ജോർജിൻ്റെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ കണ്ടത് എവിടെ വെച്ചാ? ബിന്ദുവിൻ്റെ വീട്ടിൽ വെച്ചാണ്. ഒരു പുലർച്ചെ സമയത്ത് വീണ ജോർജ് എത്തുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു, അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, മടങ്ങി വരുന്നു. പക്ഷെ ഇന്നലെ അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഏറെക്കുറെ തീരുമാനിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത്. അതായത് മകൻ്റെ ജോലി, വീടിന് കൊടുക്കുന്ന തുക, മകളുടെ സർജറി കഴിഞ്ഞു. അപ്പം ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു പ്രവർത്തനത്തിലൂടെ തന്നെ പലതും അവർ ഒളിച്ചു വെച്ചു. അപ്പോഴും മറന്നുപോയ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതായത് ഈ ഒരു അപകടം അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ മറച്ചു വെക്കുന്ന ഒന്നുണ്ട്. ഡോക്ടർ ഹാരിസ് ഹസൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷമാണ് നമ്മൾ കണ്ടത് ഈ ഉപകരണങ്ങളുടെ ലഭ്യത. അന്നൊക്കെ ഒരു മന്ത്രി പറയുകയുണ്ടായി, ചിലപ്പോൾ ആശുപത്രിയിൽ പഞ്ഞിയില്ലാത്ത അവസ്ഥ വരെ വരുമെന്നുള്ളത്, എല്ലാ ഉപകരണങ്ങളും അതിനനുസരിച്ച് ഉണ്ടാകുമോ എന്നുള്ളത്. അതെല്ലാം പറയുന്നത് എപ്പോഴായിരുന്നു? മുഖ്യമന്ത്രി ഇതിന് പ്രതികരിച്ച ശേഷമായിരുന്നു. ഇതൊക്കെ ആ ഒരു ആരോഗ്യ മേഖലയിൽ നടന്ന ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഹാരിസ് ചിറക്കൽ പറഞ്ഞു ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ്, അത് പിറ്റേ ദിവസം തന്നെ പരിഹരിക്കപ്പെട്ടു. അതെങ്ങനെ പരിഹരിക്കപ്പെട്ടു? അതുവരെ മന്ത്രി അറിഞ്ഞിട്ടില്ല, മന്ത്രിയുടെ കണ്ണിൽ ആ പ്രശ്നം എത്തിയിട്ടില്ല. എങ്ങനെ അത് പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ അത് ആ രീതിയിൽ വകമാറ്റിയ തുക അല്ലെങ്കിൽ നീക്കിവെച്ച തുക എന്തായി എന്നുള്ളത് ജനങ്ങൾക്ക് അറിയണം. ആ ചോദ്യം ഇപ്പോഴും മലയാളികൾ മറന്നിട്ടില്ല. അത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇന്നും നിലനിൽക്കുന്നു. ഈ പ്രശ്നത്തെ എങ്ങനെ അടിച്ചൊതുക്കാം എന്ന് ആലോചിച്ചപ്പോഴാണ് കേരള സർവകലാശാലയെ സംബന്ധിച്ച VC രജിസ്ട്രാർ തമ്മിലുള്ള പോര് കടുപ്പിച്ചുകൊണ്ട് SFI
സംഘർഷം രൂക്ഷമാക്കിയത്. പോലീസ് ഗുണ്ടായിസം കണ്ടു എന്ന് പറയാൻ പറ്റില്ല. പോലീസും SFIയും ചേർന്ന് നടത്തുന്ന നാടകം കണ്ടു എന്നാണ് പല മാധ്യമങ്ങളും അതിനെ വിലയിരുത്തുന്നത്. അതായത് അവിടെ നടക്കുന്ന പ്രകടനങ്ങളെല്ലാം പ്രത്യേകം സ്ക്രിപ്റ്റഡ് ആയിട്ട് നടക്കുന്നത് പോലെ എന്നാണ് എല്ലാവരും വിമർശിക്കുന്നത്. അതായത് ഇത്തരത്തിലൊരു പ്രശ്നം നിലനിൽക്കെ നമ്മുടെ കൈ കഴുകി വെളുപ്പിച്ചുകൊണ്ട് പുറത്തുപോയ ഒരു വ്യക്തിയുണ്ട്, പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ യാത്രയെക്കുറിച്ച് വന്ന ചർച്ചകൾ, അതിനെക്കുറിച്ച് വന്ന വിമർശനങ്ങൾ, വിവാദങ്ങൾ, എന്തിന് ദുബായ് വഴി പോയി എന്നുള്ളത്, ഇതെല്ലാം മറക്കാനുള്ള ഒരു മറ മാത്രമായി മാറുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ. അതുമാത്രമല്ല, കീം റിസൾട്ടും ഇതിൻ്റെ ഭാഗമായി സർക്കാർ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സതുദ്ദേശത്തോടു കൂടിയാണെന്ന് ഏതർത്ഥത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു പറയുന്നത് എന്ന് വ്യക്തമല്ല. അതായത് എല്ലാം മറയ്ക്കാനും ഒളിക്കാനും അറിയുന്ന ഭരണമാണ് നിലവിലുള്ളത്. അവർക്ക് വേണ്ടത് അവർ ചെയ്യും, വേണ്ടാത്തത് അവർ ഇതുപോലെ മറയ്ക്കും. എന്തായാലും VD സതീശൻ ചെറുതായിട്ട് ഈ ഭരണത്തിനൊന്ന് വർണ്ണിച്ചിട്ടുണ്ട്. ഭരണം കൊണ്ട് സാമ്പത്തിക രംഗം തകർന്നു തരിപ്പണമായി, ആരോഗ്യരംഗം വെന്റിലേറ്ററിലായി, വിദ്യാഭ്യാസ രംഗം കുളമായി, മലയോരത്ത് വന്യജീവി ശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു, തീരപ്രദേശത്ത് ജനങ്ങൾ വറുതിയിലാണ്, കേരളം മുഴുവൻ ലഹരി മാഫിയയുടെ കൈകളിലാണ്. ഇതാണ് ഭരണത്തിന്റെ ബാക്കി പത്രം. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമര ആഭാസങ്ങൾ നടത്തുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയും.